ഇപ്പം ഞാൻ ഓരോ ടോണിലും പാടിക്കൊടുത്ത് പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന ഒക്കെ വരുമ്പോഴത്തേക്കും ഓടി വന്ന് കെട്ടിപ്പിടിക്കും. അക്കാണും മാമലയൊന്നും നമ്മുടതല്ലൻ മകനേ, ഇക്കായൽ കയവും കരയും ആരുടെയുമല്ലൻ മകനെ. പുഴുപുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ പലകാല പരദൈവങ്ങൾ പുലയാടികൾ നമ്മളുമൊപ്പം. കുറച്ചുകൂടെ ജനങ്ങളിലേക്ക് എത്തിച്ച പാട്ടായിരുന്നു കമ്മട്ടിപ്പാടത്തിലെ ഈ പുഴുപുലികൾ. അവിടേക്ക് എത്തിയതും അവിചാരിതമായ ചില അതിൽ ശരിക്കും ഞാൻ പുഴുപുലികൾ പാടാനല്ല ഞാൻ അവിടെ പോയത്. അതിൻ്റെ ടൈറ്റിൽ സോങ്ങായ പറ 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 ചിങ്ങക്കന്നി തുലനാളിൽ മലം കൊയ്ത്തും കഴിഞ്ഞു വെള്ളത്തിലും പൊട്ടിയിലും വെള്ളം കോരി എടുത്തും കൊണ്ട് 1000 പുലക്കൈയും വീശി വരും കാരണവരെ, അത് പാടാൻ വേണ്ടിയാണ് പോയത്. അത് ചെയ്തേക്കുന്നത് കമ്മട്ടിപ്പാടത്തിന് 3 മ്യൂസിക് ഡയറക്ടറാണ്. ഒന്ന് ജോൺ പി വർക്കി എന്ന് പറയുന്ന ആൾ, പിന്നെ മദ്രാസിൽ നിന്ന് കെ എന്ന് പറയുന്നൊരു മ്യൂസിക് ഡയറക്ടർ, പിന്നെ വിനായകൻ ചേട്ടൻ. അപ്പോൾ ഈ ജോൺ പി വർക്കി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് അവിടെ എനിക്കൊരു സിനിമ കിട്ടിയിട്ടുണ്ട്, കമ്മട്ടിപ്പാടം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിനകത്തൊരു പാട്ടുണ്ട്, അതൊന്ന് നീ പാടിത്തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ പാടിയേക്കാം, നമ്മുടെ ജോലി അതാണ്. ഞാൻ പറയാം എനിക്ക് എൻ്റെ വോക്കലിന് പറ്റുന്ന പാട്ടാണ്, കുഴപ്പമില്ല നിൻ്റെ വോക്കലിന് പറ്റുന്ന പാട്ടാണ്. ഞാൻ അവിടെ ചെന്ന് രാവിലെ എനിക്ക് ഒരു മുറ വന്ന് വാർത്തായ എന്ന് പറയുന്നു സാജൻ കെ മാത്യുവിൻ്റെ ഒരു ഡയറക്റ്റ് ചെയ്ത വിനു തോമസ് മ്യൂസിക് ചെയ്ത ഒരു പടം ഉണ്ടായിരുന്നു, ഉണ്ണിമൂന്നിന് അഭിനയിച്ച ഒരു മുറ വന്ന് വാർത്ത. രാവിലെ അതിൻ്റെ റെക്കോർഡിങ്, അതിൻ്റെ ടൈറ്റിൽ സോങ്ങിൻ്റെ റെക്കോർഡിങ് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു എനിക്ക്. അതെ, ഉച്ചയ്ക്ക് ശേഷമായിരുന്നു കമ്മട്ടിപ്പാടത്തിൻ്റെ റെക്കോർഡിങ്. അപ്പം നേരെ അവിടെ നിന്ന് ജോണേട്ടൻ്റെ ഫ്ലാറ്റ് വന്നിട്ട് നേരെ അവിടെ നിന്ന് ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ചാണ് ഈ ഗിരിനഗറിലുള്ള രാജീവ് രവി സാറിൻ്റെ സ്വന്തം സ്റ്റുഡിയോയിലേക്ക് പോകുന്നു. അപ്പോൾ ഞങ്ങളിത് പാടാൻ കയറി. അപ്പോൾ ഇതിനിടയ്ക്ക് വന്നിട്ട് രാജീവേട്ടൻ എന്നെ ഒന്ന് പരിചയപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു മത്തായി ഇതിനകത്ത് വേറൊരു സോങ് ഉണ്ട്, അപ്പോൾ അത് ഒരാൾ പാടിയിട്ടിട്ടുണ്ട്, മത്തായി ഈ സോങ് കഴിഞ്ഞിട്ട് വെറുതെ അതൊന്ന് പാടിയിട്ടിട്ട് പോകണേ, എനിക്കിത് കേൾക്കാൻ വേണ്ടിയാണ്, നിങ്ങളുടെ ശബ്ദത്തിലൊന്ന് കേൾക്കാൻ വേണ്ടിയാണ് പറഞ്ഞു. അപ്പോൾ വിനായകൻ ചേട്ടനും വന്ന് പറഞ്ഞു അവിടെ അതൊന്ന് പാടിയിട്ടിട്ടേ പോകാനുള്ള മറന്നു പോരുന്നു അത് പറയാം. അപ്പം ഞാൻ അന്നേരം ഇതിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞപ്പോഴത്തേന് ഡോൺ, പുള്ളിയുടെ സൗണ്ട് എഞ്ചിനീയർ അന്ന് ഡോൺ ആയിരുന്നു, അതായത് എന്നാൽ പോയി താൻ കേസ് കൂടെ എന്ന് പറയുന്ന സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്ത്. അപ്പോൾ ഡോൺ പറഞ്ഞു ചേട്ടാ ഇതൊന്ന് പാടിയിട്ടേക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ കേൾപ്പിക്കാൻ പറഞ്ഞു. കേൾപ്പിച്ചിട്ട് ആ ടോണിൽ ഞാൻ എൻ്റെ സ്റ്റൈലിൽ അങ്ങ് പാടിയിട്ടിട്ട് പോരുന്നതാണ്. എൻ്റെ സ്റ്റൈലിൽ പാടിയിട്ടിട്ട് ആയിരുന്നു. 3 ദിവസം കഴിഞ്ഞപ്പോഴും ജോണേട്ടൻ എന്നെ വിളിക്കുന്നു, എടാ അവർക്ക് നിൻ്റെ വോക്കൽ ഇഷ്ടപ്പെട്ട്, അപ്പം നീ അതൊന്ന് പാടിക്കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെന്താ പാടാന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നിരുന്നപ്പോഴാണ് ഈ മനുഷ്യൻ ഇരിക്കുക. സാധാരണ നമ്മളൊരു പാട്ടിൻ്റെ റെക്കോർഡിംഗ് എന്ന് പറയുമ്പോഴത്തേന് ഒരു കൺസോള്, ഒരു വോയിസ് ബൂത്ത്. ഈ വോയിസ് ബൂത്തിൽ പാട്ടുകാരനല്ലാതെ വേറൊരാൾക്കും കയറാൻ പറ്റത്തില്ല, അലോഡല്ല, അത് അയാളുടെ ലോകമാണ്. കൺസോള് വിനായകൻ ചേട്ടനുണ്ട്, ജോണേട്ടനുണ്ട്, ഡോണും ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവരുടെ അടുത്ത് എന്തോ ചോദിച്ചിട്ട് പുള്ളി വോയിസ് ബൂത്ത് തുറന്ന് ഞാൻ പാടുന്നതിൻ്റെ മൂലയ്ക്ക് ഇങ്ങനെ അനങ്ങാതിരിക്കുക. ആ പിന്നെ പുള്ളിക്ക് പാടിത്തരാൻ അറിയത്തില്ല, പുള്ളി സിറ്റുവേഷൻസ് മാത്രമാണ് പറയുന്നത്, കഥകളാണ് പറയുന്നത്, ഓരോ ലിറിക്കിൻ്റെയും കഥകളാണ് പറയുന്നത്. നമ്മളത് മനസ്സിലാക്കിയിട്ട് പുള്ളിക്ക് വേണ്ട കൊടുക്കണം. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. 2.5-3 മണിക്കൂറോളം കൊടുത്തത് പാടാൻ. ഇപ്പം ഞാൻ ഓരോ ടോണിലും പാടിക്കൊടുത്ത് പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന ഒക്കെ വരുമ്പോഴത്തേക്കും ഓടി വന്ന് കെട്ടിപ്പിടിക്കും. അപ്പോൾ പുള്ളി എന്നിട്ട് ഓരോ വരി പാടി കഴിയുമ്പോഴും പുള്ളി അടുത്ത വരി ഞാൻ പാടി കേൾപ്പിക്കുമ്പം പുള്ളി അതിൻ്റെ ഒരു സിറ്റുവേഷൻസ് പറയും. അങ്ങനെ ഇത്തരം ഒരു സിറ്റുവേഷനിൽ നീ എന്തായിരിക്കും ചെയ്യുന്നത്, അതാണ് എനിക്ക് വേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ 2-3 ടൈപ്പിൽ പാടിത്തരാമെന്ന് പറഞ്ഞു, 2-3 ടോണിൽ പാടിത്തരാമെന്ന്. അങ്ങനെ 3-4 ടോണിൽ പാടിയത് ആണ് അവർക്ക് ഇഷ്ടപ്പെട്ടതാണ് സോങ്ങിലേക്ക് സെലക്ട് ചെയ്ത്. 3-4 തവണ പാടി. അതെ, എനിക്ക് ഒരു പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള നിലയിൽ ജനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ പേരെത്തിച്ച ഒരു പാട്ടായിരുന്നു കമ്മട്ടിപ്പാടത്തിൽ പുഴുപുലികൾ. അക്കാണും മാമലയൊന്നും നമ്മുടതല്ലൻ മകനേ, ഇക്കായൽ കയവും കരയും ആരുടെയുമല്ലൻ മകനെ. പുഴുപുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ പലകാല പരദൈവങ്ങൾ പുലയാടികൾ നമ്മളുമൊപ്പം. നരകിച്ചു പൊറുക്കുന്നിവിടം ഭൂലോകം തിരുമകനേ,
കലഹിച്ചു മരിക്കുന്നിവിടം ഇഹലോകം എൻ തിരുമകനെ നരകിച്ചു പൊറുക്കുന്നിവിടം ഭൂലോകം തിരുമകനെ കലഹിച്ചു മരിക്കുന്നിവിടം ഇഹലോകം എൻ തിരുമകനെ കലഹിച്ചു മരിക്കുന്നിവിടം ഇഹലോകം എൻ തിരുമകനെ.